ദിലീപിന്റെ കേസ് വന്നപ്പോഴോ ആ സമയത്ത് എന്തെങ്കിലും ആ സമയം ജയിലിലായിരുന്നു ഞാൻ, ജയിൽ DGP. അതായത് ആ സമയത്ത് ജയിലിലായിരുന്ന സമയത്ത് എന്തെങ്കിലും ഇടപെടലുണ്ടായിരുന്നു? ഞാൻ പോയി മുകളിൽ നിന്ന് പൊളിറ്റിക്കൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ദിലീപിന്റെ കേസിൽ പൊളിറ്റിക്കൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനകത്ത് ദിലീപിന്റെ പേര് വന്നപ്പോൾ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഞാനും വിചാരിച്ചിരുന്നത് വെറുതെ അങ്ങനെ അറസ്റ്റ് ചെയ്യില്ലല്ലോ, എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് കാണും. ചോദിച്ചിരുന്നോ എന്താ? സന്ധ്യയോട് ഞാൻ ചോദിച്ചിരുന്നു, ഞാൻ DGPയോട് എല്ലാവരോടുമായിട്ട് സംസാരിച്ചിരുന്നു. ആക്ച്വലി ദിലീപിന് ജയിലിൽ VIP പരിഗണന കൊടുക്കുന്നു എന്ന് പറഞ്ഞൊരു വലിയ വാർത്ത വന്നു. അയാൾക്ക് AC മുറി കൊടുക്കുന്നു, VIP പരിഗണന കൊടുക്കുന്നു, പുറത്തുനിന്ന് ഭക്ഷണം കൊടുക്കുന്നു എന്നൊക്കെയുള്ള വാർത്ത വന്ന് പ്രചാരണം ചെയ്തപ്പോൾ അത് നോക്കാനായിട്ടാണ് ഞാൻ ജയിലിൽ പോയത്. അപ്പോഴാണ് ദിലീപിന്റെ അവസ്ഥ കണ്ടത്. അപ്പോൾ ദിലീപ് എന്നോട് വളരെ വീക്കായിരുന്നു ആള്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, മാഡം എന്നെ ഇതിനകത്ത് പെടുത്തിയതാണ്, മാഡം എങ്കിലും വിശ്വസിക്കണം, ഞാൻ ഈ പൾസർ സുനി എന്ന് പറയുന്ന ആളെ കണ്ടിട്ട് കൂടിയില്ല. ഓരോ പ്രാവശ്യവും എനിക്കെതിരെ അപവാദം വരുമ്പോൾ അതിനൊക്കെ ഞാൻ DGPക്ക് പരാതി കൊടുത്തിട്ടുള്ളതാണ്. നോക്കാം ചെയ്യാം എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് വിട്ടിട്ട് ആദ്യത്തെ പ്രാവശ്യം 1.5 മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ട്, അന്ന് ദിനേന്ദ്ര കശ്യപ് എന്ന് പറഞ്ഞ IG ആയിരുന്നു ചോദ്യം ചെയ്തത്. അദ്ദേഹത്തിന് മനസ്സിലായതാണ്, സെൻകുമാർ സാറിന് മനസ്സിലായതാണ് ഞാൻ ഇന്നസെൻ്റ് ആണെന്ന്. അത് കഴിഞ്ഞ് സെൻകുമാർ സാറ് പോയി, ബെഹ്റ സാറ് വന്ന് വീണ്ടും സന്ധ്യ മാഡം ഈ കേസ് ടേക്ക് ഓവർ ചെയ്തിട്ട് മനഃപൂർവ്വം എന്നെ കൊടുക്കാൻ വേണ്ടി വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാനെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാതെ പോലീസ് ക്ലബ്ബിൽ ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ ഇരുത്തിയിട്ട് വന്ന് വളരെ മോശമായിട്ട് എൻ്റെ മുഖത്ത് നോക്കി ഉപദ്രവിക്കാൻ പോവുകയും മേശമേൽ അടിക്കുകയൊക്കെ ചെയ്ത്, നീ പറയടാ നീയല്ലേടാ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുടുക്കിയതാണ്. ഇത് മനഃപൂർവ്വം എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്, മാഡത്തിനെ ആരോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, മാഡം എങ്കിലും ഒന്ന് ഇടപെട്ട് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഈ എക്സ്പ്ലെയിൻഡ് എവറിത്തിങ്. അന്ന് എൻ്റെ അടുത്ത് എനിക്ക് എതിരെയുള്ള ശത്രു ഞാൻ പൂജ്യത്തിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് തിരിച്ചെന്നെ പൂജ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഇന്ന ആൾക്കാരുടെ കൺസേർട്ടഡ് എഫേർട്ടാണ് ഇത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, അതുകൊണ്ട് ഇത് തെളിയിച്ചിട്ടില്ലല്ലോ ഇതുവരെ, ഇപ്പോഴും കേസ് കിടക്കുകയല്ലോ, അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷേ ഐ ട്രസ്റ്റഡ് ഹിം, ഞാൻ വിശ്വസിച്ചു, എനിക്ക് വിശ്വസിക്കാൻ തോന്നി. കാരണം അത് അത്രയ്ക്ക് ചോദിച്ചു, ജൂനിയർ ഓഫീസറാണ്. സന്ധ്യയോട് ഞാൻ ചോദിച്ചു, സന്ധ്യ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, സന്ധ്യ കഷ്ടമായി പോയല്ലോ. സന്ധ്യ ശ്രീലേഖ അയാൾ ഭയങ്കര അഭിനേതാവാണ്, അയാൾ വലിയ ആക്ടറാണ്, കള്ളനാണ്, വിശ്വസിക്കല്ലേ എന്ന് പറഞ്ഞു.